ബി.ജെ.പിയും സഭകളും നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിതി വേറെയാണ്. അത് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കത്തോലിക്ക കന്യാസ്ത്രീകൾ ആഗ്രയിൽ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് 3 പെൺകുട്ടികളെയും ഒരു ആദിവാസി യുവാവിനെയും കൊണ്ടുപോകുമ്പോഴാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളികളായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന എന്നിവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ചത്. മാതാപിതാക്കൾ എഴുതി നൽകിയ സമ്മതപത്രം ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞതോടുകൂടി FIRൽ നിന്ന് മതപരിവർത്തനം വെട്ടിമാറ്റപ്പെട്ടു എന്നാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം ആരോപിക്കുന്നത്. അവിടെ നടത്തിവരുന്ന ക്ലിനിക്കിന് പുറത്തിറങ്ങുമ്പോഴും സ്വാതന്ത്ര്യമില്ലെന്നും ആരോപണമുണ്ട്. മതവും വസ്ത്രവും വരെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ടാക്കുന്നു എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരാരോപണം. അത് ഭരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവമനുസരിച്ച് BJPയുടെ കടന്നാക്രമണമാണ് ഇതിനു പുറത്തുള്ളത് എന്നാണ് ചുരുക്കി പറയുന്നത്. കന്യാസ്ത്രീകളെ പിടികൂടിയ വിവരമറിഞ്ഞ് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് പോലീസ് നടപടി ഉണ്ടായത്. രാജ്യത്തുടനീളം BJPയും സംഘപരിവാരങ്ങളും നടത്തുന്ന ക്രൈസ്തവ വേട്ടയുടെ തുടർക്കഥയാണിതെന്നും പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ അനുവാദത്തോടെ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോയ കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ജയിലിലടച്ച ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യരഹിതവുമാണെന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ സംഭവത്തിൽ ഹൈബി ഈഡൻ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ബെന്നി ബെഹനാനും നോട്ടീസ് നൽകിയതായി അറിയുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് K. സുധാകരൻ MPയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോടതിയിൽ സഭാ നേതൃത്വം അപേക്ഷ നൽകും. ദുർഗിലെ കോടതിയിൽ ആണ് അപേക്ഷ നൽകുക. വെള്ളിയാഴ്ചയാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ പരാതിയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. ഛത്തീസ്ഗഡിൽ മിഷണറി പ്രവർത്തകർക്ക് എതിരായ ആക്രമണം നിത്യസംഭവമെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മ മിഷണറി പ്രവർത്തകരെ പോലീസിന്റെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേസിൽ പ്രതിയായ ജ്യോതി ശർമ്മ ഒളിവിലാണെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നും ആരോപണമുയരുന്നുണ്ട്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ സമ്മർദ്ദം കാരണമാണെന്നും ആരോപണമുയരുന്നു. ജ്യോതി ശർമ്മ മലയാളി കന്യാസ്ത്രീകളെ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്തതും അടിക്കാനൊരുങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചതെന്ന് കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക ഇന്നലെ പറഞ്ഞിരുന്നു. അതേസമയം കന്യാസ്ത്രീകൾ ജോലിക്കായി കൊണ്ടുവന്ന 3 പെൺകുട്ടികളിൽ ഒരാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മൊഴി മാറ്റി എന്നും അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാരും പോലീസും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം, കന്യാസ്ത്രീ വേട്ട, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവ തുടർക്കഥയാകുന്നു. ഇത് സംഘപരിവാറിന്റെ DNA-യിൽ ഉള്ളതാണ്. കുറച്ചുപേർക്ക് മാത്രം ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യയാണ് അവർ സ്വപ്നം കാണുന്നത്. അതിൽ ദളിതരില്ല, പട്ടികവർഗക്കാരില്ല, പിന്നോക്കക്കാരില്ല, ജനറൽ വിഭാഗത്തിലെ ദരിദ്രരില്ല. അതിന് അനുസരിച്ചാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പലതവണ മുഖ്യമന്ത്രിമാർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചിട്ടും ദുരവസ്ഥ തുടരുകയാണ്. ഒഡീഷയിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചപ്പോൾ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകിയതാണ്. എന്നാൽ കേവലം പോലീസിനെ അവിടേക്ക് അയച്ചതല്ലാതെ ഇത്തരം ആക്രമണങ്ങളെ അവസാനിപ്പിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി നേതാക്കളോട് കന്യാസ്ത്രീകൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നലെ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വിഷയം എന്തായാലും പാർലമെന്റിൽ ചർച്ച ചെയ്യും. കുറഞ്ഞപക്ഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ സംസ്ഥാനത്തെ ആട്ടിൻ തോലിട്ട BJP നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു.